ഗേൾസിന്റെ ഡ്രസ്സാണ് ഇടോ? വേണ്ട പൊന്നോ, ഇടണ്ട. ഇടണ്ടെന്ന്. ഞാൻ മുൻപ് കണ്ണനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിലും. പക്ഷെ എന്റെ മനസ്സിൽ ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അതൊരു ആൺകുട്ടി തന്നെയാണെന്ന്. കണ്ണനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഒരു പെൺകുഞ്ഞിന്റെ മോഹം ഞാൻ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഏതൊരു ബോയ് മാമിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കുഞ്ഞു ആൺകുട്ടികളെ പെൺകുട്ടികളുടെ ഡ്രസ്സിലൊന്നും ഒരുങ്ങി കാണണമെന്ന്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടിൽ ഒരു കൊച്ചി ഇടുന്നുണ്ട്. വേണോ? അതിന് കാണാൻ പോയി ബേബി അല്ലേ, ഇത് ഗേൾസിന്റെ ഡ്രസ്സാണ്. മുൻപ് ഞാൻ പെൺകുട്ടികളുടെ ഉടുപ്പൊക്കെ ഇടിച്ച് ഫോട്ടോ എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്കിത് കണ്ണനെ ഇടിപ്പിച്ച് കാണിക്കാം. ഇപ്പൊ അവൻ അതിന് സമ്മതിക്കും. പക്ഷെ വലുതാവുമ്പോ അവൻ ഈ വീഡിയോ കാണിച്ചിട്ട് എന്തിനാ പണ്ടമ്മ അങ്ങനെ എന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടിച്ച് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിച്ചു, എനിക്കിപ്പോ അത് കാണുമ്പോൾ നാണക്കേടാ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവുണ്ടാവില്ല. കാരണം ഇപ്പൊ അവൻ കുഞ്ഞല്ലേ, അവന്റെ സമ്മതം കൺസെന്റ് തരാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം കണ്ണനെ ഇടിച്ച് ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 500 രൂപ റേഞ്ചിലുള്ള ഡ്രസ്സുകളാണ് ഇതെല്ലാം. വിഷുവിന് പറ്റിയതുകൊണ്ട് ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇത് 400 സംതിങ്. ഫ്ലിപ്കാർട്ടിനെ അപേക്ഷിച്ച് മിന്ത്രയുടെ ഡ്രസ്സുകൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്, അതെന്തായാലും ഈ ഡ്രസ്സിനുണ്ട്. ഇത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്, എല്ലാ കാലവും ഇത് ഇതുപോലെ തന്നെ. ഇതിന്റെ മോളിൽ നിന്ന് താഴെ വരെ ബട്ടൺ, അടുക്ക് കെട്ടാൻ ഒരു ബെൽറ്റ് കൂടിയുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല. പ്രോഡക്റ്റിന്റെ ലിങ്ക് ടാഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബോയ്സിന്റെ ഡ്രസ് വേണം. ബോയ്സിന്റെ ഡ്രസ് മേച്ചില്ല.